guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് മേഥി പറാട്ടയാണ്. നമ്മൾ ഓൾറെഡി മേഥി പറാട്ട ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് ഫ്രഷ് ആയിട്ടുള്ള മേഥി ലീവ്സ് വെച്ചിട്ടുണ്ടാക്കിയ പറാട്ടയാണ്. ഇത് ഉണങ്ങിയ മേഥി ലീവ്സ് എല്ലാവർക്കും സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നതാണ്, കസൂരി മേഥി. അത് വെച്ചിട്ട് ചെയ്യുന്ന പറാട്ടയാണ്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പം എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള മേഥി ലീവ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ഉണങ്ങിയ ലീവ്സ് വെച്ചിട്ട് നമുക്ക് മേഥി പറാട്ട സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം. നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് കസൂരി മേഥി പറാട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ്, 1 കപ്പോളം വെള്ളം ഞാൻ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ വെള്ളം ഇതിലേക്ക് ഞാൻ ഒരു 2 കപ്പ് ഗോതമ്പ് പൊടിക്കുള്ള അളവാണ് ഞാൻ പറയുന്നത്. ഏകദേശം ഒരു 1/2 കപ്പ് കസൂരി മേഥി, അതായത് ഡ്രൈ മേഥി ലീവ്സ് ഇട്ട് കൊടുക്കുകയാണ്. ശരിക്കും 1/2 കപ്പ് പാക്കഡാണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ, ഒരു 10 മിനിറ്റ്. അതിനുശേഷം നമുക്ക് പറാട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ അതൊന്ന് ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറിയിട്ട് കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് വരും. വേണമെങ്കിൽ ഇതിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് വേണമെങ്കിലും എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ വെള്ളം കൊണ്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. നല്ലോണം അതിൻ്റെ ഫ്ലേവർ വരും. അപ്പോൾ അതൊന്ന് ഒരു 10 മിനിറ്റ് കഴിയട്ടെ, അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം. കുതിർന്നിട്ട് കുറച്ചധികം നേരമായി. ഞാനിവിടെ ഗോതമ്പ് പൊടി ഏകദേശം ഒരു 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കൊന്ന് അളന്ന് എടുക്കാം കേട്ടോ. ആദ്യത്തെ 1 കപ്പ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 2 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് അജ്വൈൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം, അതായാലും കുഴപ്പമില്ല. ഞാൻ ചില സമയത്ത് ജീരകമായാലും ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഞാൻ ക്യാമറ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോയി. ഞാൻ അജ്വൈൻ ആഡ് ചെയ്തു. ഏകദേശം ഒരു 2 ടീസ്പൂണാണ് അജ്വൈൻ ആഡ് ചെയ്തത്. കണ്ടോ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ജീരകമാണ്. ഇപ്പം 2 കപ്പ് പൊടിക്ക് ഞാൻ 2 ടീസ്പൂൺ ജീരകം അജ്വൈനാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ജീരകമായാലും കുഴപ്പമില്ല. ഞാൻ ചില സമയത്ത് ജീരകം ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മുളക് പൊടി അളവിൽ പറയുകയാണെങ്കിൽ ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ അപ്പോഴത്തെ മാതിരിയാവും, നമ്മൾ അജ്വൈൻ ആഡ് ചെയ്ത മാതിരിയാവും. കുറച്ച് ഉപ്പ് ടേസ്റ്റിന്. ഓക്കെ, ഇനി ഞാൻ ഈ നമ്മൾ കുതിർത്ത് വെച്ച കസൂരി മേഥി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ വെള്ളം കൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് അരിക്കാം കേട്ടോ. നിറയെ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് വെള്ളം മാറ്റി വയ്ക്കാം. എന്നിട്ട് വേണ്ട വെള്ളം വെച്ച് മാത്രം കുഴച്ചെടുത്താൽ മതി. അല്ല, ഞാൻ ഇപ്പോൾ കുറച്ച് വെള്ളമല്ലേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ ഈ വെള്ളം തന്നെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാൻ പോവാണ്. വെള്ളം പോരെങ്കിൽ കുറച്ചുകൂടെ നല്ല വെള്ളം എടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. ആദ്യം എല്ലാം ഒന്ന് മിക്സ് ചെയ്യട്ടെ, അതിനുശേഷം നമുക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനെന്താ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ആ വെള്ളം മുഴുവൻ എടുത്തു കേട്ടോ. ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏകദേശം ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ 1 കപ്പോളം വെള്ളം ഉണ്ടാവും. ഞാൻ ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് എപ്പോഴും വെളിച്ചെണ്ണയാണ്, അപ്പം ഏതെണ്ണയാലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്ക് റിലാക്സ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് പരത്തി ചുട്ടെടുക്കാം. ഇനിയുള്ളത് ഞാൻ വോയിസ് ഓവർ ചെയ്യാം. അപ്പം നമ്മൾ നന്നായി കുഴച്ച് വെച്ചു. അതിൽ വലിയൊരു ഉരുള എടുത്തിട്ടുണ്ട്. ഉരുളയുടെ സൈസ് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ചപ്പാത്തി എടുക്കുന്നതിൻ്റെ 2 ഇരട്ടി. 2 ചപ്പാത്തി
പരത്തുന്ന ആ ഒരു അളവിലാണ് ഞാൻ മാവ് എടുത്തിരിക്കുന്നത്. നമ്മുടെ മാവിൽ മുക്കി കണ്ടുമല്ലോ ചെയ്യുന്നത്. പരത്തുകയാണ്. കുറച്ച് തിക്കായിട്ടാണോ ഞാൻ പരത്തുന്നത്. നമ്മൾ ചപ്പാത്തി മാതിരി വളരെ തിന്നായിട്ടല്ല പരത്തുന്നത്. ഒരു രണ്ട് ചപ്പാത്തി ഒട്ടിച്ച് വെച്ച പോലെയുള്ള ഒരു സൈസിലാണ്, അല്ലെങ്കിൽ ആ ഒരു തിക്നെസ്സിലാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. മാവും അതേപോലെയാണ് എടുത്തിരിക്കുന്നത്. 2 ചപ്പാത്തിക്കുള്ള മാവ് ചേർത്തിട്ടുള്ള ഒരു അളവിലാണ് ഞാനിപ്പോൾ ഈ ഒരു പറാട്ട ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് പരത്തുകയാണ്. പൊടി വേണ്ട സമയത്ത് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഈ ഒരു തിക്നെസ്സിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ചുട്ടെടുക്കാൻ തുടങ്ങാം പറാട്ട. അപ്പോൾ ഞാൻ ചപ്പാത്തിയുടെ കല്ല് വെച്ചിട്ടുണ്ട്. കല്ല് നല്ലോണം ചൂടായി. ഇത്ര നേരം ഹൈ ഫ്ലെയിമിൽ ഇരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഏറ്റവും കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ നമ്മൾ ചപ്പാത്തി പരത്തിയത് ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ശരിക്കും ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പോകണം. 1 മിനിറ്റോ അല്ലെങ്കിൽ 1.5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം തിരിച്ചിട്ട് മറ്റേ ഭാഗം കൂടെ വേവിക്കണം. ഓക്കെ, ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ തിരിച്ചിട്ടിട്ടുണ്ട്. വീണ്ടും മറിച്ചിട്ട ഭാഗം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 1 മിനിറ്റ് ഞാൻ വെക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് പറാട്ടയൊന്നും കുക്ക് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നത്. വീണ്ടും 1 മിനിറ്റ് കഴിഞ്ഞു, ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. വീണ്ടും നമുക്ക് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, വീണ്ടും ഞാൻ തിരിച്ചിടാൻ പോവുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 4 പ്രാവശ്യം ഞാൻ തിരിച്ച് ഓരോരോ മിനിറ്റ് 4 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോ സൈഡും ഓരോ മിനിറ്റ് വെച്ചിട്ട്. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു 1/2 ടീസ്പൂൺ എണ്ണയാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോഴും വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം, വെണ്ണ ഒഴിച്ചു കൊടുക്കാം, വെണ്ണ തേച്ചു കൊടുക്കാം. വെണ്ണയാണ് സൂപ്പർ ടേസ്റ്റ്. ഞാനിപ്പോൾ അത്രയും ഹെവി ആക്കുന്നില്ല. എന്നിട്ട് ഞാൻ തിരിച്ചിട്ട് കൊടുത്തു. ഒന്ന് പ്രസ് ചെയ്തിട്ട് തിരിച്ചിട്ട് കൊടുത്തു. എന്നിട്ട് മറ്റേ ഭാഗത്തും എണ്ണ ഒഴിച്ചു കൊടുക്കണം, ഒരു 1/2 ടീസ്പൂൺ. എന്നിട്ട് വീണ്ടും 1 മിനിറ്റ് കുക്ക് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് എവിടെയെങ്കിലും ഇത് കുറച്ച് തിക്കില്ലല്ലേ, ഇപ്പോൾ എവിടെയെങ്കിലും വേവാത്ത ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെന്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാവിടെയും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് ആയില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ ഭാഗത്തേക്ക് നീക്കിയിട്ടിട്ട് തീൻ്റെ ഭാഗത്തേക്ക് ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗവും നന്നായിട്ടൊന്ന് കുക്കായി വരും. അത് നമ്മുടെ ചപ്പാത്തി അതിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. കണ്ടോ, ഞാൻ ചെയ്യുന്നത് കണ്ടോ. ഒന്ന് അറ്റമൊക്കെ ആവാൻ വേണ്ടിയിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പറാട്ട ആക്ച്വലി റെഡിയായി. ഇനി നമ്മൾ വാങ്ങുകയാണ്. ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാം. ഇത്രയേ ഉള്ളൂ. ഇനി എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിയ ശേഷം കുറച്ച് നെയ്യ് അല്ലെങ്കിൽ വെണ്ണ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് തന്നെ വെണ്ണയിൽ തന്നെ ചെയ്യാം. ഇത് ചൂടോടെ കഴിക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ്. പറാട്ടാസ് എപ്പോഴും ചൂടോടെ കഴിക്കുന്നതാണ് ടേസ്റ്റ്. ഇല്ലെങ്കിൽ അപ്പം തന്നെ കഴിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കാസ്ട്രോളിൽ വെക്കാം. ആ ചൂട് പോകാൻ പാടില്ല കേട്ടോ. ചൂടോടെ കഴിക്കുമ്പോഴേ ആ ഒരു കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് വരുള്ളൂ. അതേമാതിരി ഞാൻ ബാക്കിയുള്ള പറാട്ടാസും ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇത് കൂട്ടി കഴിക്കാൻ നിങ്ങൾക്ക് എപ്പോഴും ഏതെങ്കിലും കറി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. എനിക്കെപ്പോഴും ടേസ്റ്റ് തൈരും കുറച്ച് അച്ചാറുണ്ടെങ്കിൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ചിനായാലും ഡിന്നറിനായാലും ഇത് പെർഫെക്റ്റാണ്. അപ്പം ഇതൊന്നൊക്കെ ഞാൻ കഴിക്കുള്ളൂ. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് 2-3 ഞാൻ വെക്കുന്നുണ്ട്, കാരണം കുറച്ച് വലുതല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉണങ്ങിയ മേഥി വെച്ചിട്ടുണ്ടാക്കുന്നതാണ്. ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയൂ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.